ഹലോ ഫ്രണ്ട്സ്, നമ്മൾ കാത്തിരുന്ന IBPS കലണ്ടർ വന്നിരിക്കുകയാണല്ലേ. ഒരുപാട് അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു IBPS എക്സാമിൻ്റെ കലണ്ടറിനെ കുറിച്ച്. കാരണം ഈ പ്രാവശ്യത്തെ എക്സാമിൽ ചില മാറ്റങ്ങളോടെയാണ് IBPS ടെൻറ്റേറ്റീവ് എന്നാണ് പറയുന്നതെങ്കിലും ടെൻറ്റേറ്റീവ് അല്ലാത്ത ഒരു കലണ്ടറാണ് IBPS പറയുന്നത്. ഈ കലണ്ടറിൽ എന്തൊക്കെ വ്യത്യാസങ്ങളാണുള്ളത്? പ്രധാനമായിട്ട് നിങ്ങൾ കാണുന്നത് IBPS എക്സാംസിനെ അവരെന്ത് ചെയ്തു? പോസ്റ്റ്പോൺ ചെയ്തു അല്ലെങ്കിൽ പ്രീപോൺ ചെയ്തുള്ള ചോദ്യം നമുക്ക് കാണാം. IBPS എക്സാംസ് പ്രീപോൺഡ് ആയിരിക്കാം, RRB എക്സാമിനെ പോസ്റ്റ്പോൺ ചെയ്തിരിക്കാം. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ചോദിച്ചാൽ നമുക്കറിയാം, RRBയിൽ 1 സ്റ്റേറ്റ് 1 RRB എന്നൊരു പോളിസിയുടെ ഭാഗമായിട്ട് എല്ലായിടങ്ങളിലും മേർജിങ് നടന്നുകൊണ്ടിരിക്കാം. പല സംസ്ഥാനങ്ങളിലും RRBയുടെ മേർജിങ് നടക്കുന്ന പ്രോസസ്സ് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് RRB എക്സാംസിനെ പോസ്റ്റ്പോൺ ചെയ്തത്. സാധാരണഗതിയിൽ RRB എക്സാം നടക്കുന്ന സമയത്ത് ഇപ്രാവശ്യം നമുക്ക് IBPS എക്സാംസ് ഉണ്ട്. എക്സാംസ് ഒന്നും ഇല്ലാതെ ആവുന്നില്ല, സീസൺ മാറുന്നില്ല, സെയിം സീസൺ ആണ്, സെയിം എക്സാംസ് അല്ല എന്ന് മാത്രം. എന്തൊക്കെയാണ് മാറ്റങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഇവിടെ കാണാൻ കഴിയും IBPSന്റെ എക്സാംസിൽ വന്ന മാറ്റങ്ങൾ. എന്തെല്ലാം മാറ്റങ്ങളാണ്? IBPS POയുടെ ഡേറ്റ്, പ്രിലിംസ് ഡേറ്റ് വന്നിരിക്കുന്നത് 17, 23, 24 ഓഗസ്റ്റിനാണ്. അതായത് ഓഗസ്റ്റ് 17 മുതലാണ് നമ്മുടെ ഈ പ്രാവശ്യത്തെ കലണ്ടർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓഗസ്റ്റ് 17-നും 23-നും 24-നും IBPSന്റെ പ്രിലിംസ് എക്സാം നടക്കുമ്പോൾ ഒക്ടോബർ 12 IBPSന്റെ മെയിൻസ് എക്സാം നടക്കുന്നത്. POയുടെ ആദ്യം വരുന്ന എക്സാം PO ആണ്. ദാറ്റ്സ് വെരി സീരിയസ്ലി നമ്മൾ കേൾക്കേണ്ടതാണ്. ആദ്യം വരുന്ന എക്സാം PO ആണ്, IBPS PO ആണ്. IBPS POയുടെ പ്രിലിംസ് വരുന്നത് ഓഗസ്റ്റ് 17. എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ അറൗണ്ട് 57-58 ദിവസങ്ങളുണ്ടാവും. നമ്മുടെ കയ്യിൽ ആകെ അവശേഷിക്കുന്ന 57-58 ദിവസങ്ങളാണ്. ഈ ഒരു 50 ദിവസം തന്നെ എടുക്കാം. 50 ദിവസം കൊണ്ട് എങ്ങനെ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഉണ്ടാക്കണം നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. ഇനിയാവും നമുക്ക് ബാക്കിയും കൂടെ പറഞ്ഞിട്ട് നോക്കാം. അപ്പോൾ ഓഗസ്റ്റ് 17, 23, 24 പ്രിലിംസ് നടക്കുന്നു. ഒക്ടോബർ 12-ന് മെയിൻസ് നടക്കുന്നു. ഓഗസ്റ്റ് 30-നാണ് IBPS SOയുടെ പ്രിലിംസ് വരുന്നത്. ഓക്കെ, ഓഗസ്റ്റ് 30-ന് അതിന്റെ മെയിൻസ് വരുന്നത് നവംബർ 9-നാണ്, നവംബർ 9-നാണ്. ആൻഡ് ഹിയർ IBPS ക്ലർക്ക്, ഓക്കെ, നമുക്കറിയാം കസ്റ്റമർ സർവീസ് അസോസിയേറ്റ് എന്ന പേരിൽ IBPS ക്ലർക്കിന്റെ പ്രിലിംസ് വരുന്നത് ഒക്ടോബർ 4, 5, 11 തീയതികളിലാണ്. അതിന് മെയിൻസ് വരുന്നത് നവംബർ 29-നാണ് ക്ലർക്കിൻ്റെത്. നേരെ ഇങ്ങോട്ട് വരുമ്പോൾ RRB എക്സാം, RRB PO വരുന്നത് നവംബർ 22, 23 പ്രിലിംസ് വരുന്നു. RRB PO പ്രിലിംസ് ആണ് നവംബർ 22, 23. എന്നാൽ ഡിസംബർ 28-നാണ് അതിന് മെയിൻസ്. കുറച്ച് ഗ്യാപ്പ് അവിടെ ഉണ്ട്. ഡിസംബർ 28-ന് അതിന് മെയിൻസ് വരുന്നു. RRB ക്ലർക്ക് വരുന്നത് ഡിസംബർ 6, 7, 13, 14 പ്രിലിംസ് വരുന്നു. അതിന്റെ മെയിൻസ് ഫെബ്രുവരി 1 വരും. ഈ കലണ്ടർ ഇങ്ങനെ നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല അല്ലേ? പക്ഷെ ഇവിടെ വലിയൊരു സ്ട്രാറ്റജി ഇഷ്യൂ വരുന്നുണ്ട്. എന്താ സ്ട്രാറ്റജി ഇഷ്യൂ? ഒന്ന് നോക്കാം. നമുക്ക് ഇങ്ങോട്ട് നോക്കി കാണാം. ഒക്ടോബർ 12-നാണ് IBPS PO മെയിൻസ് എക്സാം നടക്കുന്നത്. എന്നാണ് ഒക്ടോബർ 12-നാണ്. അവിടെയുള്ള കുഴപ്പം എന്താ? അതിനൊരു ഒറ്റ ആഴ്ച മുന്നേ അല്ലെങ്കിൽ തലേ ദിവസം വരെ, ഒക്ടോബർ 11 വരെ എന്ത് നടക്കുന്നു? IBPS ക്ലർക്കിന്റെ പ്രിലിംസ് നടക്കുന്നു. അതായത് പ്രിലിംസിന് വേണ്ടി മാത്രം പഠിക്കുക അല്ലെങ്കിൽ മെയിൻസിന് വേണ്ടി മാത്രം പഠിക്കുക എന്നൊരു സ്ട്രാറ്റജി ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റില്ല നമുക്ക്. കാരണം പ്രിലിംസ് എക്സാംസും മെയിൻസ് എക്സാംസും മിക്സഡ് ആയി വരുന്നത് കാണാൻ കഴിയും. IBPS ക്ലർക്കിന്റെ പ്രിലിംസ് വരുന്നത് 4, 5, 11-നാണ്. ഇവിടെ 11-ാം തീയതി പ്രിലിംസ് എഴുതുന്ന ഒരാൾക്ക് ഒരു പക്ഷേ POയുടെ മെയിൻസ് എഴുതി വരുന്നത് 12-ാം തീയതിയാണ്. ഓക്കെ, പ്രിലിംസും മെയിൻസും തമ്മിൽ എങ്ങനെ അടുത്ത് വരുന്നു? ഒരാഴ്ചയുടെ ഗ്യാപ്പ് പോലും ചിലപ്പോൾ വരുന്നില്ല. അല്ലെങ്കിൽ ഒരാഴ്ചയുടെ ഗ്യാപ്പിൽ പ്രിലിംസും മെയിൻസും വരുന്നു. അത് PO ആൻഡ് ക്ലർക്കിലാണ് വരുന്നത് എന്നതും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. POയിലും ക്ലർക്കിലും പ്രിലിംസും മെയിൻസും മിക്സപ്പ് ആയിട്ട് വരുമ്പോൾ നമുക്കൊരു സ്ട്രാറ്റജി വെച്ച് പഠിക്കുമ്പോൾ, ഇപ്പോൾ ഉദാഹരണത്തിന് അധികം ആൾക്കാരും മിസ്റ്റേക്ക് എന്താ വെച്ചാൽ പ്രിലിംസ് മാത്രം പഠിക്കും. എന്നിട്ട് പറയും പ്രിലിംസ് വന്നിട്ട് നമുക്ക് മെയിൻസ് റിസൾട്ട് ഒക്കെ വന്നിട്ട് മെയിൻസ് പഠിച്ചു തുടങ്ങിയാൽ പറയും പ്രിലിംസ് റിസൾട്ട് വന്നിട്ട് മെയിൻസ് പഠിക്കാൻ സമയം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, ഇവിടെ പ്രിലിംസിന് റിസൾട്ട് വരുമോ ഇല്ലയോ എന്നുള്ളതല്ല ചോദ്യം. മെയിൻസിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു കുട്ടി പ്രിലിംസിന് വേണ്ടി തയ്യാറെടുക്കുന്നത് അതേ സമയത്ത് തന്നെ ആയിരിക്കണം. അതും 2 പാറ്റേണിലായിരിക്കണം. അങ്ങനെ ഒരു കാര്യം അതിനകത്ത് കാണാൻ കഴിയും. വേറൊരു കാര്യം ഇവിടെ കാണാൻ കഴിയുന്നത് IBPS ക്ലർക്കിന്റെ മെയിൻസ് എപ്പോഴാണ്? ക്ലർക്കിന്റെ മെയിൻസ് വരുന്നത് നവംബർ 29-നാണ്. IBPS ക്ലർക്കിന്റെ മെയിൻസ് നവംബർ 29-ന് വരുന്നു. അതേ സമയത്ത് എന്ത് സംഭവിക്കുന്നു? ഇങ്ങോട്ട് നോക്കൂ. അവിടെ RRB POയുടെ പ്രിലിംസ് വരുന്നു. ഓക്കെ, നവംബർ 22, നവംബർ 23 RRBയുടെ പ്രിലിംസ് വരുന്നു.
PO പ്രിലിംസ്. അതിന് ജസ്റ്റ് ശേഷം ഒരു 5-6 ദിവസത്തെ ഗ്യാപ്പിൽ നമുക്ക് IBPSന്റെ ക്ലർക്കിന്റെ മെയിൻസ് വരുന്നു. അവിടെയും കാണാം മെയിൻസും പ്രിലിംസും മിക്സപ്പ് ആയിരിക്കും. ഇപ്പുറത്തേക്ക് വന്നാൽ RRB POയുടെ മെയിൻസ് December 28-നാണ്. RRB ക്ലർക്കിന്റെ പ്രിലിംസ് അതിനൊരു ആഴ്ച മുന്നേ അല്ലെങ്കിൽ ജസ്റ്റ് 14 ദിവസം മുന്നെയാണ്. അപ്പൊ ഇതൊക്കെ മിക്സപ്പ് ആണ്. അതായത് മെയിൻസും ക്ലർക്ക് മെയിൻസും PO ക്ലർക്ക് പ്രിലിംസും PO മെയിൻസും തമ്മിൽ ഒരുപാട് സ്ഥലത്ത് നമുക്ക് മിക്സപ്പ് ആവുന്ന കാണാം. ഇവിടെ വലിയ കുഴപ്പമില്ല. ഈ എക്സാം സമയത്ത് നമുക്ക് വേറെ എക്സാം ഒന്നുമില്ല. ബാക്കി എല്ലാ എക്സാംസും ഈ എക്സാം സമയം എന്ന് പറയുന്നത് RRB ക്ലർക്കിന്റെ മെയിൻസ് എന്ന് പറയുന്നത് ആക്ച്വലി എന്തായിരിക്കും, IBPSന്റെ POയുടെ ഇന്റർവ്യൂയുടെ സമയമായിരിക്കും. That is, our calendar is totally mixed up. ഇത് സാറിന് അങ്ങനെ തന്നെ ഉണ്ടാവാറില്ല, പുതുമൊന്നുമില്ല. പക്ഷെ ഇതൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ വളരെ സൂക്ഷിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇവിടെ പ്രിലിംസ് മാത്രം പ്രിപ്പയർ ചെയ്യുന്ന സ്ട്രാറ്റജി നമുക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. മെയിൻസും പ്രിലിംസും മിക്സപ്പ് ആയി കൊണ്ടുവന്നൊരു സ്ട്രാറ്റജി ഉണ്ടാക്കണം. ഇപ്പൊ ടീംമേറ്റ്സിൽ ഞങ്ങൾ എടുക്കുന്ന സ്ട്രാറ്റജി അങ്ങനത്തെ ഒരു സ്ട്രാറ്റജിയാണ്. മെയിൻസിനെയും പ്രിലിംസ്, കാരണം രണ്ടും വ്യത്യസ്തമായ രീതികളാണ്. പ്രിലിംസിൽ നമ്മൾ ഒരുപാട് സ്കോർ ചെയ്യേണ്ട രീതി വേണം, മെയിൻസിൽ സെലക്ഷൻ ഓഫ് ക്വസ്റ്റ്യൻ ആണ് പ്രധാനം. അപ്പോൾ പ്രിലിംസിലെ സെലക്ഷൻ ഓഫ് ക്വസ്റ്റ്യൻ അല്ല, അത് സ്പീഡാണ്. ഈ രണ്ട് മെത്തഡോളജിയെ ഡിഫറെൻ്റ് ആക്കി പഠിക്കേണ്ടതുണ്ട്. അതിന് കൃത്യമായ സ്ട്രാറ്റജി വൈസ് പ്രാക്ടീസ് ആവശ്യമായിട്ടുണ്ട്. ആ ഒരു സ്ട്രാറ്റജിയാണ് ടീംമേറ്റ്സ് നമ്മളെ മുമ്പിലേക്ക് വെക്കുന്നത്. നമ്മൾ ടീംമേറ്റ്സിലൂടെ പറയാൻ പോകുമ്പോൾ നിങ്ങളുടെ കൃത്യമായ ചില സ്ട്രാറ്റജീസിനെ കുറിച്ചാണ്. എന്ത് സ്ട്രാറ്റജിയിൽ പഠിക്കണം, ഒരു ദിവസം മെയിൻസ് ആണെങ്കിൽ ഒരു ദിവസം പ്രിലിംസ്, അതിൽ സെലക്ഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് മെയിൻസിൽ എങ്ങനെ ചെയ്യണം, ഏത് രീതിയിലുള്ള സെലക്ഷൻ നടത്തണം, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് നമ്മൾ കാറ്റഗറൈസ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. പ്രിലിംസ് ആണെങ്കിൽ നമ്മൾ മാക്സിമം നമ്പേഴ്സ് ഓഫ് പ്രിലിംസ് എക്സാംസ് ചെയ്ത് അതിൻ്റെ സ്പീഡ് വർദ്ധിപ്പിക്കുന്നതിൽ ഫോക്കസ് ചെയ്യണം. ഇത് രണ്ടും മാച്ച് ആയാൽ മാത്രമേ ഇത്തവണ നമ്മുടെ കലണ്ടറിൽ ഇതിൽ ഏത് എക്സാം എന്നുള്ളത് നമ്മുടെ ചോയ്സാണ്. ഏത് എക്സാം വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം, നോ ഇഷ്യൂ. പക്ഷെ ആ ചൂസ് ചെയ്യുന്ന എക്സാമിനെ ബ്ലോക്ക് ചെയ്ത് കൊണ്ടുവരുന്ന ചില എക്സാംസ് ഈ കലണ്ടറിൽ ഞാൻ നിരീക്ഷിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ കലണ്ടറിൽ ഇങ്ങനെ ചില ഇന്റർ എക്സ്ചേഞ്ചസ് നമുക്ക് കാണാൻ കഴിയും. ആ എക്സ്ചേഞ്ചസ് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞാൻ ഒന്നുകൂടി പറയുന്നു, IBPSന്റെ മെയിൻസ് എക്സാം വരുന്നു, അതേസമയം POയുടെ മെയിൻസ് എക്സാമിന്റെ സമയത്ത് നമുക്ക് ഒരാഴ്ച മുന്നേ ആയിട്ട് തലേ ദിവസം പോലും എന്ത് വരുന്നുണ്ട്, ക്ലർക്കിന്റെ പ്രിലിംസ് എക്സാം വരുന്നു. ക്ലർക്ക് പ്രിലിംസ് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ കാണുന്നു November 29th, November 23rd. ഓക്കെ, RRB PO ആൻഡ് IBPS ക്ലർക്സ് മെയിൻസ്. ഓക്കെ, അപ്പോൾ വളരെ പ്രധാനപ്പെട്ട എക്സാംസ് ആണ് എങ്ങനെ എന്ത് ചെയ്യുന്നത്, മീറ്റ് ചെയ്യുന്നത്. അവിടെ നമ്മുടെ സ്ട്രാറ്റജി എന്താ, നമ്മൾ POക്ക് പ്രിപ്പയർ ചെയ്യാൻ അല്ലെങ്കിൽ എന്തിനു പ്രിപ്പയർ ചെയ്യാൻ ശരി, അതിലെ പ്രിലിംസ് മാത്രം ഫോക്കസ് ചെയ്യുന്ന പ്രിപ്പറേഷൻ നടത്തരുത്. പ്രിലിംസിനെയും മെയിൻസിനെയും ആദ്യമേ തുടങ്ങി പ്രിപ്പയർ ചെയ്ത് വരണം. അതായത് പ്രിലിംസ് മൊത്തം പഠിച്ചിട്ട് ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇനിയുള്ള 60 days നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, യു ഹാവ് ടു കവർ അപ്പ് യുവർ ബേസിക്സ് ഫസ്റ്റ്. ബേസിക്സ് സ്ട്രോങ് ആക്കുക. അതിനുശേഷം നിങ്ങൾ ബാക്കിയുള്ളത് മെയിൻസിനെ കൂടെ കവർ ചെയ്തുകൊണ്ട് കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടെ മെയിൻസിന്റെ ടോപ്പിക്സിനെ കൂടി സ്ട്രെങ്തൻ ചെയ്തുകൊണ്ടുള്ള സ്ട്രാറ്റജി ഉണ്ടാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ വിജയിക്കാൻ കഴിയുള്ളൂ. ആൻഡ് വി ഇൻവൈറ്റ് യു ടു ദ ക്ലാസസ് ഓഫ് ടീംമേറ്റ്സ് അക്കാദമി. ഞങ്ങൾ ഓൺലൈനിലും ഓഫ്ലൈനിലും ഇതിനുവേണ്ടി പ്രത്യേകമായ സ്ട്രാറ്റജിക് ബാച്ചസ് നമുക്കുണ്ട്. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. ഐ എം സൈനിങ് ഔട്ട്. താങ്ക് യു ആൾ.